മറ്റാരുണ്ട് LDF അല്ലാതെ? റാപ്പിഡായ ചോദ്യങ്ങൾ ചോദിച്ച ഫയറുള്ള മറുപടികൾ തേടിയുള്ള യാത്ര ഇവിടെ പേരാമ്പ്രയിൽ എത്തി നിൽക്കുന്നു. നമ്മുടെ UDF സ്ഥാനാർത്ഥി ഫാത്തിമ തെഹ്ലിയ റാപ്പിഡ് ഫയർ റൗണ്ടിൽ ചേരുന്നു. ആദ്യ ചോദ്യം, ആർ യു റെഡി? എന്റെ അമ്മോ അമ്പമ്പോ. ആദ്യ ചോദ്യം, പേരാമ്പ്രയുടെ അടുത്ത MLA ആരാണ്? അഡ്വക്കേറ്റ് ഫാത്തിമ. 2026 തെരഞ്ഞെടുപ്പിൽ ഫാത്തിമ തെഹ്ലിയയ്ക്ക് അനുകൂലമാകുന്ന പേരാമ്പ്രയിൽ ഒരു 2-3 ഘടകങ്ങൾ ചോദിച്ചാൽ? ഈ നാട് ഒരുപാട് നാച്ചുറൽ റിസോഴ്സസുകളുണ്ട്, സമ്പന്നമാണ്. അത് ഉപയോഗപ്പെടുത്താൻ ശ്രമം നടത്തും. എതിർ പാർട്ടിയിൽ നിന്ന് ലീഗിലേക്ക് വന്നാൽ കൊള്ളാമെന്ന് തോന്നുന്ന ഒരാളാരാ? ഒരുപാട് ആളുകൾ ഇപ്പൊ ഇങ്ങോട്ട് എത്തി. ഇനിയിപ്പോ ലിസ്റ്റുകൾ ഒരുപാടുണ്ട്. വിസ്മയം തുടരുമോ? തീർച്ചയായിട്ടും. CPIM-ലെ ഏറ്റവും അടുത്ത സുഹൃത്താരാ? ഒരുപാട് പേരുണ്ട്. ചിന്ത ജയറാം ഒക്കെ നല്ല സുഹൃത്തുക്കളാണ്. UDF-ൽ നിന്നൊരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടായാൽ അതാരായിരിക്കും? ഇവര് പറഞ്ഞു പേര്, ഞാൻ ഇനി പറയണ്ടല്ലോ. കേരള രാഷ്ട്രീയം കണ്ടിട്ടുള്ള ഒരു മികച്ച മുഖ്യമന്ത്രിയുടെ പേര് പറയണം. ശ്രീ ഉമ്മൻചാണ്ടി. കേരളം കണ്ടിട്ടുള്ള ഏറ്റവും മികച്ചൊരു പ്രതിപക്ഷ നേതാവ്? VD സതീശൻ. രാഷ്ട്രീയത്തിലെ ഏറ്റവും വിശ്വസ്തനായ ഒരു സുഹൃത്ത്? ഒരാളെ പറഞ്ഞാൽ പല ആൾക്കാർക്കും പ്രശ്നം, അതുകൊണ്ട് ആരും പറയുന്നത്. എല്ലാവരും സുഹൃത്തുക്കളാണ്. ശരി, 10 വർഷത്തിനിപ്പുറം ഫാത്തിമ തെഹ്ലിയ ആരായിരിക്കും? ഇപ്പൊ മിറാക്കിൾ സംഭവിക്കട്ടെ, ഞാൻ ഇപ്പൊ ഗസ് ചെയ്യുന്നില്ല. 2026 തെരഞ്ഞെടുപ്പിൽ ഒരു സ്ത്രീ പ്രാതിനിധ്യത്തിൽ തൃപ്തിയാണോ? എന്റെ രാഷ്ട്രീയ സംഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 100% തൃപ്തിയാണ്. രാഷ്ട്രീയത്തിലെ റോൾ മോഡൽ ആരാണ്? എന്റെ രാഷ്ട്രീയത്തിലെ റോൾ മോഡൽ ശ്രീ മുഹമ്മദ് കോയ. താങ്കളെ കുറിച്ച് കേട്ടിട്ടുള്ള ഏറ്റവും വലിയൊരു ഗോസിപ്പ് എന്താണ്? അത് നിങ്ങൾ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാൽ മതി. CPM ഹാൻഡിലുകളിൽ നിന്ന് വരുന്ന നിരന്തരമായിട്ടുള്ള കാര്യങ്ങൾ. അതിനപ്പുറത്തേക്കുള്ള ഗോസിപ്പിനെ കുറിച്ച് എനിക്ക് അറിയില്ല. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമാ താരം? മമ്മൂക്കാന് ഇഷ്ടമാണ്, മോഹൻലാലിന് ഇഷ്ടമാണ്. പുതുതലമുറയോട് പറയാനുള്ള ഒരു കാര്യം എന്താണ്? നിങ്ങൾ ഒട്ടും പിറകോട്ട് പോകേണ്ട കാര്യമില്ല. ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാവും, പ്രത്യേകിച്ച് രാഷ്ട്രീയ മേഖലയിലേക്ക് വരുമ്പം ഇതൊന്നും ഈസി വാക്ക് ഓവർ ആണെന്ന് ആരും കരുതണ്ട. ഈ രാഷ്ട്രീയ മേഖലയിൽ നിങ്ങളുടെ ഒക്കെ പ്രാതിനിധ്യം ആവശ്യമാണ്. കേരള രാഷ്ട്രീയത്തിലെ മികച്ച ഒരു യുവ നേതാവ്? ഷാഫി പറമ്പിൽ, PK ഫിറോസ്, VT ബൽറാം. കഴിഞ്ഞ 5 വർഷത്തെ പേരാമ്പ്ര MLA-യുടെ പ്രവർത്തനം ഒറ്റവാക്കിൽ? എല്ലാം അവര് ചെയ്യാം എന്ന് പറഞ്ഞ് ഫ്ലെക്സിൽ ഒതുങ്ങിയിരിക്കുകയാണ്, പലതും പ്രാവർത്തികമായിട്ടില്ല. രാഷ്ട്രീയമല്ലാതെ ഇഷ്ടപ്പെട്ട മറ്റൊരു മേഖല? ലോയറാണ് ബേസിക്കലി. എന്റെ പ്രൊഫഷൻ എൻജോയ് ചെയ്യുന്ന ആളാണ്. രണ്ടും ഈക്വലി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനാണ്. ശരി, കുറച്ച് പേരുകൾ പറയാം. ആദ്യം മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യം പറയണം. നരേന്ദ്രമോദി. ഇന്ത്യയുടെ എല്ലാ ആശയങ്ങൾക്കും എതിര് സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. പിണറായി വിജയൻ. ധാർഷ്ട്യമുള്ള കേരളത്തിലെ നേതാവ്. KK ശൈലജ. ഡിപ്ലോമാറ്റിക് ആയിട്ട് എന്നാൽ പല കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി സഞ്ചരിക്കുന്ന ഒരു വ്യക്തി. PK നവാസ്. നല്ല ഒരു നേതാവ്. നൂർബിന റഷീദ്. എന്റെ വഴികാട്ടിയായിട്ടുള്ള വനിതാ നേതാവ്. TP രാമകൃഷ്ണൻ. തൊഴിലാളി സമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള അവരുടെ പ്രവർത്തന മേഖലയൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഉയർന്നു നിൽക്കുന്ന വ്യക്തിത്വം. ശോഭാ സുരേന്ദ്രൻ. സ്ട്രെയിറ്റ് ആയിട്ട് അഡമന്റ് ആയിട്ട് നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു വ്യക്തി. MLA ആയാൽ പേരാമ്പ്രയ്ക്ക് വേണ്ടി ചെയ്യുന്ന ആദ്യത്തെ കാര്യം എന്തായിരിക്കും? അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ പരിഹരിക്കുക എന്നുള്ളത് ആദ്യം ചെയ്യും. അതിനോടൊപ്പം ഈ നാടിന്റെ പുരോഗതിക്ക് വേണ്ട കാര്യങ്ങൾ. ശരി, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. UDF അധികാരത്തിൽ വന്നാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരായിരിക്കണം? ആ ഉത്തരം UDF-ന്റെ നേതാക്കന്മാർ തീരുമാനിക്കട്ടെ. അപ്പോ ഫാത്തിമ തെഹ്ലിയയുടെ റാപ്പിഡ് ഫയർ റൗണ്ട്